NRIസിന് മനസ്സിലൊരു ഡ്രീം ഹോം ഉണ്ടാവും, പക്ഷെ അതിന്റെ ബഡ്ജറ്റ് എത്രയാവുന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ അവർക്ക് ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട്, അത് തുടങ്ങാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഇങ്ങനെ മടിച്ചിരിക്കുകയായിരിക്കും അവര്. വിഷനും ബഡ്ജറ്റും ബാലൻസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണിത്. ഇത് പരിഹരിക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 20 വർഷമായി 100ഓളം പ്രീമിയം വീടുകൾ ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതിൽ കൂടുതലും NRIs ആണ്. ക്ലിയർ ആയിട്ടുള്ള പ്ലാനിങ്ങും ക്ലിയർ ആയിട്ടുള്ള ബഡ്ജറ്റിങ്ങും ഉള്ളതുകൊണ്ട് അവർ ആഗ്രഹിച്ച ഡ്രീം ഹോം അവർ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ തന്നെ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു NRIക്കും അവർ ആഗ്രഹിക്കുന്ന ബഡ്ജറ്റിൽ തന്നെ അവരുടെ വീട് പണി ഫിനിഷ് ആക്കാൻ പറ്റും. ഇതിൽ ആദ്യം വേണ്ടത് വിഷൻ പ്ലാൻ ആണ്. അതിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ഫാമിലി നീഡ്സ്, ഫ്യൂച്ചർ പ്ലാൻസ്, ഈ 3 കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് വേണം വിഷൻ പ്ലാൻ ഉണ്ടാക്കാനായിട്ട്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ആദ്യം തന്നെ ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ജീവിക്കുന്ന രീതി എങ്ങനെയാണ്, ഒരു പ്രീമിയം രീതിയിലാണോ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിലായിരിക്കണം ആ പ്ലാൻ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലിവിംഗ് റൂം, കിച്ചൺ, ആ കോമൺ ഏരിയകളൊക്കെ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലായിരിക്കണം ചെയ്യാനായിട്ട്. നിങ്ങളൊരു നോർമൽ രീതിയിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു നോർമൽ ഇതാണ് അതിലേക്ക് ആവശ്യമുള്ളൂ. അടുത്തത് ഫാമിലി നീഡ്സ് ആണ്. അതിനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ വീട്ടിൽ വയസ്സായ ഒരാളുണ്ട്, അപ്പോൾ മുകളിലൊക്കെ കയറി അവർക്ക് കാണാനൊക്കെ ആയിട്ട് വെക്കാം. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മുകളിൽ പാഷ്യ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ അവിടെ താമസിക്കുന്ന ഒരു ബേസിക് നീഡ്സ് എന്തൊക്കെയാണോ അതൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതാണ് ഫാമിലി നീഡ്സ്. ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഫാമിലിയോട് കൂടി ചോദിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ തയ്യാറാനൊക്കെ. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ സ്പേസുകൾ ഇപ്പോഴത്തെ കാലത്ത് വീടുകളിലുണ്ട്. ചിലത് ബേവിൻ്റെ ആയിരിക്കാം, ചിലർക്ക് പാഷ്യ ആയിരിക്കാം, ചിലർക്കൊരു കോമൺ ഏരിയകളായിരിക്കാം. അപ്പൊ അങ്ങനെ കറക്റ്റ് ബേസിക് നീഡ്സ് അത് നിങ്ങളുടെ മാത്രം ഒരു ആഗ്രഹമല്ലാണ്ട് ഒരു ഫാമിലിയുടെ മൊത്തം ആഗ്രഹങ്ങൾ ചോദിച്ചറിഞ്ഞ് വേണം അത് പ്ലാൻ ചെയ്യാനായിട്ട്. അടുത്തായി ഫ്യൂച്ചർ പ്ലാൻ ആണ്. നമുക്ക് ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ വരിക എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ അനിയൻ്റെ കൂടെ താമസിക്കുന്ന പേരൻസ് 2 വർഷം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ റൂമുകൾ നമുക്ക് കരുതണം. അതുപോലെ തന്നെ മക്കള് പഠിപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഡോക്ടറോ വക്കീലോ ആയി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു ഓഫീസ് സെറ്റപ്പിന് വേണ്ടിയിട്ട് ഒരു റൂം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്യാരേജ്, നമുക്കിപ്പോൾ ഭാവിയിൽ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ കൂടുതൽ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അത് ആ വീടിന് ഭംഗി പോകാത്ത രീതിയിൽ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് നിങ്ങൾ വിഷന് തയ്യാറാക്കിയ ഓരോ കാര്യത്തിനും എത്ര ബഡ്ജറ്റ് വീതം അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെയാവുമ്പോൾ നമുക്ക് മസ്റ്റ് ടു ഹാവും നൈസ് ടു ഹാവും കിട്ടും. ഉദാഹരണത്തിന് ലിവിംഗ് റൂമിൽ ലൈറ്റ് വേണം. അത് ഷാൻലിയർ ഉണ്ട്, ഡൗൺ ലൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളുണ്ട്. ഇതിൽ ഷാൻലിയർ എന്ന് പറയുന്നത് നൈസ് ടു ഹാവ് ആണ്. ഡൗൺ ലൈറ്റ് എന്ന് വെച്ചാൽ കോമൺ ഏരിയ ലൈറ്റുകൾ എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് ആണ്. ഇതിൽ ഏത് വേണം, ഏതിനൊക്കെ എത്ര രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. വിഷൻ പ്ലാനിങ്ങും ബഡ്ജറ്റ് മാപ്പിംഗ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത് കോസ്റ്റ് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു വിധ പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഹോം നിങ്ങൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നിൽക്കും. ഇതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സേവനം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ സേവനം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.